ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയിർപ്പ് കാലം 7-ാം ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങളാണ്. ഉയിർപ്പ് കാലത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉദിതനായ മിശിഹായെ അനുഭവിച്ചറിഞ്ഞ സ്ലീഹന്മാരുടെ സമൂഹം അവിടെ നിന്ന് നൽകിയ വാഗ്ദാനം പ്രാപിക്കുവാനായി കാത്തിരിക്കുന്നതിനെ അനുസ്മരിക്കുന്ന അവസരമാണിത്. മിശിഹ സ്വർഗത്തിലേക്ക് കരയേറും മുൻപ് അവിടുന്ന് തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് നൽകിയ നിർദ്ദേശമാണ് സുവിശേഷത്തിൽ നിന്നും നാം ശ്രവിച്ചത്. അവിടുന്ന് പറയുന്നു, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നുവെന്ന്. യേശു ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളുടെ സാരമിതാണ്: മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ട ആവശ്യമുണ്ട്. മോശ മുതലുള്ള എല്ലാ പ്രവാചകന്മാരും തൻ്റെ പീഡാനുഭവം പ്രവചിച്ചിരുന്നു എന്ന് എമ്മാവുസ് യാത്രയിൽ യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കുറി സങ്കീർത്തനങ്ങളും ഉൾപ്പെടുത്തുന്നു. യഹൂദർ തിരുഗ്രന്ഥത്തെ നിയമം, പ്രവാചകന്മാർ, സങ്കീർത്തനങ്ങൾ എന്നിങ്ങനെ 3ആയി തിരിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ ലിഖിതങ്ങളുടെ ഭാഗമാണ്. സങ്കീർത്തനങ്ങളും അതുകൊണ്ട് പ്രവചനങ്ങളാണ്. യേശു തൻ്റെ ശിഷ്യഗണത്തിന് പ്രേഷിതദൗത്യം നൽകുന്നുണ്ട്. 5 കാര്യങ്ങളാണ് ഇവിടെ തൻ്റെ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു വയ്ക്കുക. ഒന്നാമത്, പ്രഘോഷിക്കേണ്ടത് തിരുഗ്രന്ഥമാണെന്ന്, വിശേഷിച്ച് തിരുഗ്രന്ഥ ലിഖിതമായ ക്രിസ്തുവിൻ്റെ സഹന മരണ ഉദ്ധാനം അടിസ്ഥാനപ്പെടുത്തി വേണം നിങ്ങൾ പ്രഘോഷിക്കുവാനായിട്ട്. രണ്ടാമത്തെ കാര്യം, പാപമോചനത്തിലുള്ള മാനസാന്തരം വേണം പ്രഘോഷിക്കുവാനായിട്ട്. മൂന്നാമത്തെ കാര്യം, യേശുവിൻ്റെ നാമത്തിൽ പ്രഘോഷിക്കപ്പെടണം. സഹിച്ചു മരിച്ചു ഉയർത്ത യേശുവിൻ്റെ നാമത്തിൽ പാപമോചനം സംലഭ്യമാക്കി കഴിഞ്ഞുവെന്നും പാപമോചനത്തിന് അവനെ സ്വീകരിക്കുവാൻ മാനസാന്തരപ്പെടണമെന്നും പ്രഘോഷിക്കപ്പെടണം. യേശുവിനെ പാപമോചനദായകനായി സ്വീകരിക്കുന്നതിലാണ് മാനസാന്തരം. പത്രോസും സ്തെഫാനോസും പീലിപ്പോസും പൗലോസുമെല്ലാം തിരുഗ്രന്ഥം ആധാരമാക്കി യേശുവിനെയും അവൻ്റെ നാമത്തിൽ പാപമോചനത്തിലുള്ള മാനസാന്തരം പ്രഘോഷിക്കുന്നത് ലൂക്ക അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വിവരിക്കുന്നുണ്ട്. നാലാമത്തെ കാര്യം, പ്രഘോഷണം തുടങ്ങേണ്ടത് ജെറുസലേമിലായിരിക്കണമെന്ന്. കാരണം അവിടെയാണ് യേശു തൻ്റെ പാപമോചനദായകമായ ശുശ്രൂഷ പൂർത്തിയാക്കിയത്. യേശു പൂർത്തിയാക്കിയിടത്തു നിന്നും ശിഷ്യഗണം ആരംഭിക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുക. ഇസ്രായേലിൻ്റെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്ത ദൈവം വിജാതിയർക്കും നിത്യജീവൻ നിശ്ചയിച്ചു. സിയോനിൽ നിന്നും നിയമവും ജെറുസലേമിൽ നിന്നും കർത്താവിൻ്റെ വചനവും പുറപ്പെടും എന്ന് ഒരു പ്രവചനമുണ്ട്. യെശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. അതുപോലെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ ജെറുസലേമിനെ കേന്ദ്രമാക്കിയുള്ള പ്രഘോഷണത്തിൻ്റെ വിവരണമാണല്ലോ. 5-ാമത്തെ കാര്യം, എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടണമെന്ന്. കാരണം സകല ജനവും ദൈവത്തിൻ്റെ രക്ഷ കാണുമെന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായം 28-ാമത്തെ തിരുവചനം അത് സൂചിപ്പിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനും അവനിൽ പൂർത്തിയായ സംഭവങ്ങൾക്കും ദൃക്സാക്ഷികളായ ശിഷ്യഗണത്തെ അവൻ്റെ സാക്ഷികളാക്കുവാൻ നിയോഗിച്ചു. വചനത്തിനെ ശുശ്രൂഷകരാകുവാൻ നിയോഗിച്ചു. സാക്ഷികളുടെ നിര അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലന്മാർ മാത്രമല്ല സാക്ഷികൾ, യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവർ അവൻ്റെ സാക്ഷികളാണെന്ന് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 3-ാമത്തെ തിരുവചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നത് വരെ ജെറുസലേമിൽ തന്നെ വസിക്കുവനെന്ന് യേശു ശിഷ്യഗണത്തോട് നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം താൻ സഹിച്ചു മരിച്ചുയർത്ത നഗരത്തിൽ തന്നെ ശിഷ്യഗണത്തിന് സാക്ഷികളാകുവാനുള്ള ശക്തിയും നൽകപ്പെടണമെന്ന താല്പര്യത്താലാണ് ഈശോ ഇങ്ങനെ പറഞ്ഞു വെച്ചത്.
ഉന്നതത്തിൽ നിന്നും ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരതരായി സദാ ദേവാലയത്തിലായിരുന്ന ശിഷ്യ സമൂഹത്തെയാണ് സുവിശേഷത്തിൽ നാം കാണുവാനായിട്ട് സാധിക്കുക. യഹൂദർക്ക് പന്തക്കൊസ്ത തിരുനാളിനുള്ള ഒരുക്കത്തിൻ്റെ സമയമായിരുന്നു അത്. എന്നാൽ ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കത്തിൻ്റെ സമയവുമായിരുന്നു. സ്വർഗത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിക്കാനായി പ്രാർത്ഥിച്ച് കാത്തിരുന്ന സമയം. ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞു വെക്കുക, അവരെല്ലാവരും ദേവാലയത്തിൽ കാത്തിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുക. ഇവിടെ ദേവാലയം എന്ന് പറയുന്നത് യഹൂദർക്ക് അന്നുണ്ടായിരുന്ന ജെറുസലേം ദേവാലയമായിരിക്കാൻ സാധ്യതയില്ല. ജെറുസലേം ദേവാലയത്തിൽ വസിക്കുന്നതിന് സാധാരണ ജനമായിരുന്ന അവർക്ക് അവകാശമില്ല. പ്രത്യേകിച്ച് ശിഷ്യ സമൂഹം അവരുടെ നോട്ടപ്പുള്ളികളായിരുന്ന അവസരത്തിൽ അത് ഒട്ടും സാധ്യമല്ല. അവർ ദൈവസാന്നിധ്യ സ്മരണയിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന സ്ഥലമായിരിക്കണം ദേവാലയമെന്ന് വിളിക്കപ്പെട്ടിരുന്നത്. അപ്പോസ്തല ഗ്രന്ഥത്തിൽ പറയുന്നത് അവർ സമ്മേളിച്ചിരുന്ന വീട് എന്നാണ്. അവിടെയാണ് അവർ ഉന്നതത്തിൽ നിന്നും ശക്തി നേടിയത്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 2-ാമത്തെ തിരുവചനം പറഞ്ഞു വെക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിന് ദൈവദർശനമുണ്ടായ സ്ഥലം ബഥേൽ എന്ന് വിളിക്കപ്പെട്ടതുപോലെ സ്ലീഹന്മാർ ഉന്നതത്തിൽ നിന്നും ശക്തി നേടിയ സ്ഥലം ദേവാലയമാക്കുകയാണ്. സ്ലീഹന്മാരുടെ കൂട്ടായ്മയാണ് ദേവാലയം. മിശിഹായുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയ സഭയാണ് ദേവാലയം. കൂട്ടായ്മയിലാണ് ദൈവം വസിക്കുന്നത്. ത്രിയേക ദൈവം തന്നെ ഒരു കൂട്ടായ്മയാണ്. തൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരുടെ മധ്യേ താൻ ഉണ്ടാകുമെന്ന് മിശിഹ പറഞ്ഞിട്ടുള്ളതുപോലെ അവിടുന്ന് വസിക്കുന്നിടമാണ് ദേവാലയം. മിശിഹായുടെ ഭൗതിക ശരീരമാകുന്ന സഭയാണ് പുതിയ ദേവാലയം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സുവിശേഷ ഭാഗത്ത് പറഞ്ഞു വെച്ചതുപോലെ അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയെന്ന്. നമുക്കും ദേവാലയമാകുന്ന നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തെ ആരാധിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകാം. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് ഇവിടെ ഈശോനാഥൻ തരുന്നുണ്ട്. ആ ഉറപ്പിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഒന്നായിരുന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.